ഹലോ, അപ്പോൾ നമ്മളിന്ന് ഗ്ലോബൽ വില്ലേജ്, ദുബായിലെ ഗ്ലോബൽ വില്ലേജ് കാണാനാട്ടോ പോകുന്നത്. അപ്പോൾ നൈറ്റ് പോകുന്നത് കേട്ടോ ഏറ്റവും നല്ലത്. ഇവിടെ ആകുമ്പോൾ നമുക്ക് എൻട്രൻസിലുള്ള ഈ ലൈറ്റ് ഷോയൊക്കെ കാണാൻ പറ്റും. ഈ എൻട്രൻസ് കാണാൻ തന്നെ നല്ല ഭംഗിയാട്ടോ. ഒരു സെക്കൻഡ് 2 സെക്കൻഡ് കൂടുമ്പോൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുക പല കളറിൽ. ഇവിടെ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാം, ഓഫ്ലൈനായിട്ട് എടുക്കാം കേട്ടോ. പക്ഷെ ഓൺലൈനിൽ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പം നമ്മളിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യണ്ട. പിന്നെ നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മൾ എൻട്രൻസ് കൂടെ നമ്മൾ കയറി അതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്നത് ക്ലോക്ക് ടവറിൻ്റെയും അതുപോലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടീൻ്റെയൊക്കെയാണ് കേട്ടോ. പിന്നെ നമ്മൾ താജ്മഹൽ, അങ്ങനെ ഒരുപാട് കാണാണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എല്ലാ രാജ്യത്തിൻ്റെ പവലിയൻ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുമ്പം കുറേ ടൈം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ വേണം. എനിക്ക് തോന്നുന്നത് നമ്മളൊരു 7 മണിക്കൂറോളം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ കയറിയിട്ട് കാര്യമുള്ളൂ. എനിക്ക് തോന്നുന്നു 7 മണിക്ക് കയറിയിട്ട് ഒരു 12 മണി ആയിരിക്കുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കേട്ടോ. എന്നിട്ട് തന്നെ ഞങ്ങൾ സ്പീഡിൽ ഇറങ്ങുക ചെയ്തത്. മറ്റേ നമുക്ക് സാവകാശം എല്ലാ പവലിയൻ്റെ ഉള്ളിലും കയറി നമുക്ക് നന്നായിട്ട് കാണണമെങ്കിൽ ഒരുപാട് ടൈമുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് സാധനങ്ങളും ഉണ്ട് കേട്ടോ. അഫോർഡബിൾ റേറ്റാണ് ചിലതൊക്കെ കുറച്ച് കൂടുതലും ഉണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. പിന്നെ ഇന്ത്യൻ്റെ പവലിയനാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇത് ഇന്ത്യൻ്റെ കേട്ടോ. അടിപൊളിയാണ്, നല്ല സൂപ്പറായിരുന്നു. അതിൻ്റെ ഉള്ളിലും ഇതേപോലെ തന്നെ അടിപൊളിയാണ്. പിന്നെ ഖത്തറിൻ്റെ, ഏഷ്യേൻ്റെ, ആഫ്രിക്കൻ്റെ, അങ്ങനെ എല്ലാ കൺട്രീൻ്റെയും ഉണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. കുട്ടികൾക്ക് കളിക്കുന്ന ഇതിലൊക്കെ നമ്മുടെ എൻട്രി ഫീസ് വേറെ ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ ചാർജ് കൊടുത്താൽ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാണ് പിന്നെ ഇവിടെ ഡാൻസ്, പാട്ട്, അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ. പക്ഷെ ആ ഷോ കാണാനൊന്നും നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കൊന്നും വേണ്ട. കുട്ടികൾക്ക് ഗെയിം കളിക്കാനും അവർക്ക് കളിക്കാനുള്ളതിലൊക്കെയാണ് നമുക്ക് എക്സ്ട്രാ ചാർജ് വേറെ വരുന്നത്. പിന്നെ എല്ലാ രാജ്യത്തിൻ്റെയും ഫുഡ് കോർട്ട് ഉണ്ട്, റെസ്റ്റോറൻ്റ് ഉണ്ട്, അതൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. പിന്നെ എന്താ പറയുക, കുറേ കാണാനുണ്ട് കേട്ടോ. ഓരോ രാജ്യത്തിൻ്റെയും ഉള്ളിൽ നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് കേട്ടോ ഇവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കണ്ടാലും നമുക്ക് മധ്യ വരില്ല, അത്രയും ഇവർ നല്ല തിരക്കുമായിരുന്നു കേട്ടോ. എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു ഇവിടെ ഭയങ്കര തിരക്കാണെന്ന്. പിന്നെ കാറ് വയ്ക്കാനും പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. അതിനൊന്നും നമ്മൾ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരുപാട് സ്ഥലത്ത് റെസ്റ്റ് ചെയ്യാനൊക്കെ ഒരു ചെറിയ പാർക്ക് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ശരിക്കും കാണുമ്പോൾ നമ്മൾ വേറൊരു ലോകത്തെത്തിയ പോലെ തോന്നും കേട്ടോ. അടിപൊളി വ്യൂ ആയിരുന്നു. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നമ്മളിവിടുന്ന് പോവുകയാണ്. ബായ്.